നമ്മളിത് ഇടുക്കി ജില്ലയിലെ അറക്കുളം പഞ്ചായത്തിലെ ചെളിക്കൽ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. വലിയൊരു മലയുടെ മുകളിൽ കുറച്ച് സ്ഥലത്തായിട്ട് വളരെ കുറച്ച് വീടുകൾ മാത്രം. ബാക്കി വരുന്ന വലിയൊരു പ്രദേശം എന്ന് പറയുന്നത് ഇങ്ങനെ വിജനമായിട്ട് കിടക്കുകയുണ്ടോ. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ പേടി തോന്നും. അങ്ങനെ ഒരു സ്ഥലമാണ്. ശരിക്കും അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്നവരൊരു അവസ്ഥയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ പറയുന്നില്ല, നമുക്ക് നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ തൊട്ട് മുൻപത്തെ വീഡിയോ നമ്മൾ എടാട് പോയില്ലേ, ആ സെയിം റൂട്ടാണ് പോകുന്നത്. മൂലമറ്റം ടൗണിൽ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ ചെളിക്കലിലേക്ക് പോകുന്നത് കേട്ടോ. ചെളിക്കൽ കവല, ഇത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൂലമറ്റം ടൗണിൽ നിന്ന് വാഗമൺ ഏലപ്പാറയൊക്കെ പോകുന്ന വഴിയാണ്. ഇലപ്പള്ളി കഴിഞ്ഞിട്ട് എടാടിന് മുമ്പായിട്ടാണ് ഈ ചെളിക്കൽ വരുന്നത്. ചെളിക്കൽ കവലയിൽ നിന്ന് ഈ കാണുന്ന മേളിലേക്കുള്ള വഴിയാണ് നമുക്ക് ചെളിക്കലിലേക്ക് പോകുന്നത്. ഹരിതകർമ്മസേന ചെളിക്കലിൽ എടുത്തു തന്നെയാണോ മേളിൽ നിന്ന്? അപ്പോൾ എടാടിലേക്ക് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അടുത്ത് പെരിങ്ങാട് കഴിഞ്ഞ് എടാട്, അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ചെളിക്കൽ കവലയൊക്കെ വരുന്നത്. ഞാൻ മേളിൽ ചെളിക്കലിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ അവിടുന്ന് ഈ വഴി ഇത് ചുവന്നുകൊണ്ട് വരുന്നതാണോ? എൻ്റെ പോലെ അതെ അല്ലേ. നമ്മളീ പോകുന്ന ചെളിക്കലിൽ പണ്ട് വലിയൊരു തേയില എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ തേയില എസ്റ്റേറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട പഴയൊരു തേയില ഫാക്ടറി ഉണ്ട് അവിടെ. 2 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്, ചെളിക്കൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഇലപ്പള്ളി എസ്റ്റേറ്റും. അപ്പോൾ ഈ കാണുന്ന പ്രദേശമൊക്കെ ഇലപ്പള്ളി എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പോൾ നമുക്കത് വലിയ പറമ്പുകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് ജോണി എന്ന് പറയും. മാത്യു എന്നാണ് റിക്കാർഡ് പേര്. ജോണി എന്നാണ്. ഓക്കെ. നിങ്ങൾ കൂട്ടുകാരാ അല്ലേ? ചേട്ടനും അനിയനുമാണ്. മൂലമറ്റത്തൊക്കെ പോയാണ് വാങ്ങിക്കുന്നത് സാധനങ്ങളൊക്കെ. പിന്നെ ബസ് ഉണ്ടല്ലോ അല്ലേ എപ്പോഴും തന്നെ? പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കണം വീട്ടിൽ ചെല്ലണേ. ഓ, ചെളിക്കൽ മേളിലാണോ? ഒത്തിരി പോകണോ? അവിടെ 2 കിലോമീറ്റർ നടക്കണം അല്ലേ? വഴി ഭയങ്കര മോശമാണ്. ഈ സോളിങ് ചെയ്തായിരുന്നു, ഇത് ടാർ ചെയ്ത വഴിയായിരുന്നോ? ഞങ്ങൾ ഈ റോഡ് 4 കോടി 4.5 കോടി രൂപയ്ക്ക് കോൺട്രാക്ട് കൊടുത്താ. അത് ടാറിങ്, ഇവിടെ ടാറിങ് ആയിരുന്നു. ടാറിങ് പൊളിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പൊളിച്ചതാണ്. അത് കഴിഞ്ഞ് കോൺട്രാക്ട് ഇട്ടേച്ച് പോയേക്കുവാണ്. ഇപ്പോൾ ഇപ്പം 3 വർഷം. ഇത് പുള്ളിക്കാനം പിന്നെ വാഗമൺ റോഡിൽ ചെന്ന് കയറുന്നതാണ്. കാഞ്ഞാറ്റിൽ നിന്ന് വരുന്ന റോഡിൽ ചെന്ന് ഈ റോഡിൽ ചെന്ന് കയറുന്നതാണ്. അത് ഏകദേശം 6 കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ മേലിലുള്ളവർക്ക് അവിടെ എത്തിപ്പെടാനാണ് പാടല്ലേ, ഈ വഴി ഇങ്ങനെ കിടക്കണോണ്ട്? 8 വീട്ടുകാരെ. ഓ ചേട്ടനപ്പം ഈ വെയിലത്തല്ലേ എൻ്റെ വന്ന് ഞാൻ വരുന്നുണ്ട്, മേളിലേക്ക് വരുന്നുണ്ട്. ഈ 2 കിലോമീറ്റർ താഴെ വരെ ചെളിക്കൽ ആ ബസ് സ്റ്റോപ്പ് വരെ ബസ്സിന് വന്നിട്ട് ബാക്കി നടക്കും കേട്ടോ. ഞാൻ എന്ത് ഭാരം, എത്ര കിലോ ആണ് ഇതിൽ? 5 കിലോ. ഇതും തല ചുവന്നുകൊണ്ട് പോകണം കേട്ടോ. ഞാനപ്പോൾ വാങ്ങിച്ച് പിടിച്ചാണ്. ഇപ്പോൾ ഒരു വെയിലത്തെ നടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെളിക്കൽ എസ്റ്റേറ്റിലെ ഫാക്ടറി ഉണ്ടായിരുന്നതാണ്. അവിടെ ഞാൻ 76 മുതൽ ജോലി ചെയ്ത തൊഴിലാളിയാണ്. ചേട്ടൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ? അതെ. 2000 ഫാക്ടറിയിലായിരുന്നു? അല്ല, അവിടെ അല്ലാത്ത സ്റ്റാഫായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പോസ്റ്റ്മാനായിട്ടാണ്. അവിടെ പ്രൈവറ്റ് പോസ്റ്റ്മാനായിട്ട്, എസ്റ്റേറ്റിൻ്റെ പോസ്റ്റ് പാൽമാനായിട്ട് ജോലി ചെയ്തതാണ്. 2002 ലോക്കൗട്ട് ചെയ്ത് പോയി. ഇപ്പോൾ പിന്നെ ഫാക്ടറി ഒന്നുമില്ല, ഫാക്ടറി എല്ലാം പൊളിച്ചുകൊണ്ട് പോയി. തേയില മാത്രമേ ഉള്ളൂ. അത് പൂട്ടിപ്പോകാനുള്ള കാരണം എന്താ? പൂട്ടിപ്പോകാനുള്ള നഷ്ടമാണ്, മാനേജ്മെൻറ്റിന് നഷ്ടമാണെന്നും പറഞ്ഞാണ് അവർ പൂട്ടിപ്പോയത്. എത്ര തൊഴിലാളികളുണ്ടായിരുന്നു? ഞങ്ങൾ 85 സ്ഥിരം തൊഴിലാളി ഉണ്ടായിരുന്നു. ബാക്കി ടെമ്പററി വേറെ. എല്ലാവരും പോയി. ഇപ്പോൾ അവിടെ എസ്റ്റേറ്റിൽ ആരുമില്ല. ലയങ്ങളെല്ലാം പോയി. ഈ തൊഴിലാളികളൊക്കെ എവിടെ നിന്നുള്ളവരൊക്കെ ആയിരുന്നു? അത് തമിഴ്ക്കാരും, പാലക്കാട്, പിന്നെ കേരളീയരും, പാലക്കാടും തമിഴ്നാട്ടിലുള്ളവരാണ്. ഈ ഫാക്ടറിക്ക് ആരുടെ ഉടമസ്ഥതയിലായിരുന്നു? എല്ലാം MS വിശംബരൻ എന്ന് പറയുന്ന ഒരാൾ. അത് പുള്ളിയുടെ മകനാണ് ഗണേശൻ മുതലാളി എന്ന് പറയുന്നത്. എവിടെയുള്ളവർ? മൂവാറ്റുപുഴ. ഈ എസ്റ്റേറ്റ് ഫാക്ടറി ഉള്ളപ്പോൾ കാലത്ത് ഇവിടെ റോഡുണ്ടല്ലോ ഇവിടെ? അത് നേരത്തുള്ള റോഡാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ആദ്യം വരുന്ന ആദ്യത്തെ റോഡായത്. ചില അത് പ്രൈവറ്റ് റോഡായതുകൊണ്ട് പഞ്ചായത്തൊന്നും ചെയ്യാതെ കിടന്ന് അങ്ങനെ പിന്നെ ഇപ്പോൾ പഞ്ചായത്ത് എടുത്ത് കുറേശ്ശെ ചെയ്തു. അത് കഴിഞ്ഞാണ് നേടിയതുകൊണ്ട് മേളിലേക്ക് മറ്റേ റോഡുമായിട്ട് മുട്ടിക്കാൻ പണി എടുത്തത്. പക്ഷേ അത് കുറച്ച് പണിയായിട്ട് ഇപ്പം 2-3 വർഷമായിട്ട് ഇട്ടേച്ച് പോയതാണ്. 5-6 പേരുണ്ടെങ്കിലും 5-6 പേരും ഓരോ വീട്ടിലും ഓരോ രോഗികളാണ് ഉള്ളത്. കാല് വയ്യാതെ പിന്നെ ബ്ലോക്കായിട്ടുള്ളവരും ഒക്കെ രോഗികളാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും ആശുപത്രിയിലൊക്കെ പോകണമെന്ന് വരില്ല. ഒരു ഓട്ടോ വിളിക്കണം എന്നൊരു മൂലടുത്തു നിന്ന് ഒരു ഓട്ടോ ഓടി 9 കിലോമീറ്റർ ദൂരം ഓടി വേണം എത്താൻ. എന്നാലേ ഒരു ആശുപത്രി പോക്കൊക്കെ നടക്കുള്ളൂ. അതും വണ്ടികളൊന്നും വരത്തില്ല. 2-3 ഓട്ടോക്കാരൊക്കെയാണ് വരുന്നത്, അല്ലാതെ വണ്ടിക്കാരൊന്നും വരികയില്ല. വഴി മോശമായതിൻ്റെ പേര്. വഴി ഇതിൻ്റെ മുകളിലേക്ക് ഇനി പോകാൻ പാടാ. കാര്യം വളവുകളും കോൺക്രീറ്റ് മിറ്റിലിളകി കിടക്കുക. അപ്പോൾ വണ്ടികൾ കയറി പോയില്ല. എസ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആൾ താമസം ഒന്നുമില്ല. കുമ്പങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്ത് റോഡാണ് പ്രശ്നം. ഞങ്ങൾക്ക് റോഡില്ല, വഴിയില്ല. അത് വളരെ ബുദ്ധിമുട്ടിലാണ്.
എല്ലാവരും രോഗികളും സുഖമില്ലാത്തവരും ഒക്കെയാണ് പറഞ്ഞിട്ട് കാര്യം. ചേട്ടൻ്റെ കാലല്ലേ കാലിതാ നീര് വെച്ച് എന്താ മുറിവ് പറ്റിയാണോ? അതൊരു കുഴിച്ചിലെ കഴിഞ്ഞ ദിവസമേ വീട്ടിലെ ഇങ്ങനെ പറമ്പിൽ കൂടെ നടന്നതാണ്. അപ്പോൾ ഈ കരിയില ഉണങ്ങിക്കിടക്കുമായിരുന്നു, കുഴി കണ്ടില്ല. ഈ കാല് മാത്രം ഇറങ്ങിപ്പോകത്തൊക്കെ ഒരു കുഴി ഭയങ്കര താഴ്ചയിലേക്ക്. ആ താഴ്ചയിലേക്ക് ഒരു കാലം ഇറങ്ങിപ്പോയി, ഒരു കാലം വെള്ളമായിപ്പോയി. പിന്നെ വലിച്ചു പൊക്കി എടുത്തുകൊണ്ട് വന്നു. പിന്നെ ആ കാല് വെച്ചാൽ നടക്കുന്ന കാര്യം. 2 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നില്ലേ 300 രൂപ അവിടുത്തെ ഓട്ടോ വിളിക്കാനുള്ള സാമ്പത്തികമില്ല. അതുകൊണ്ടാണ് എങ്ങനെയും വീട്ടിൽ ചെല്ലാം. ഇപ്പോൾ അല്ല വേറെ പണിയൊന്നും ഇല്ല. ഇതൊക്കെ പോവാം, ഇടയ്ക്ക് ഇരിക്കും, ഇടയ്ക്ക് ഇതുകൊണ്ടൊക്കെ തണൽ കാണുന്നിടത്ത് ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ പെതുക്കെ നടക്കും. അങ്ങനെ പെതുക്കെ നടന്നങ്ങ് ചെല്ലും. അല്ല ഇപ്പം എന്നാ ചെയ്യുന്നത്? കുറച്ച് പേരെ ഞങ്ങൾ മേളിലേക്ക് കയറി വന്നു. അപ്പോൾ കുറച്ച് നേരം സ്കൂട്ടറിൽ വന്നു. ഇനി മേളിലേക്ക് സ്കൂട്ടർ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറിയും ഉറപ്പായിട്ടും. കാരണം ഇനി ഇതേ മൊത്തം ഈ മിട്ടിൽ മാത്രമേ ഉള്ളൂ. 2 പേരെ വെച്ച് ഇനി ഞാൻ തന്നെ പോയി വീണാലും കുഴപ്പമില്ല. ചേട്ടൻ്റെ കാലിലെന്താ വയ്യ, ചേട്ടനെ കൊണ്ട് പോയി വീണ് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതെ അട്ട ചേട്ടൻ നടന്ന് തരുന്നേ ഉള്ളൂ അവിടെ നിന്ന്. ഇടയ്ക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എന്നാൽ കൂടുതലും മോശമാണ്. ഇവിടെ ഒരു 2 വളവൊക്കെ കഴിഞ്ഞ് 2-3 വളവ് കഴിഞ്ഞാൽ ഒരുമാതിരി വഴി നല്ല, പിന്നെയും വീണ്ടും ഇതുപോലെ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് സ്കൂട്ടർ കയറി. അതെ സ്കൂട്ടർ കൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. കണ്ടില്ല ഇങ്ങനെയുള്ള ഈ ഉരുളൻ കല്ലുകൾ മിറ്റിൽ വളവിലെ പ്രശ്നം, വീഴും ഉറപ്പായിട്ടും. ഉണ്ട് ഇവിടെ നിന്നുള്ള പ്രദേശം നമുക്ക് കാണുന്നതൊക്കെ മൂലമറ്റം അല്ലേ? മൂലമറ്റം, പിന്നെ നമ്മുടെ സ്വിച്ച്യാർഡ് കാണാം കേട്ടോ. സ്വിച്ച്യാർഡ് പവർ ഹൗസിൻ്റെ ഭാഗങ്ങളൊക്കെ സ്വിച്ച്യാർഡ് കാണാം. നാടുകാണി, അത് തന്നെ നാടുകാണി മല. നമ്മൾ ഇടുക്കിക്ക് പോകുമ്പം കുളമാവ് റൂട്ടിൽ വലിയൊരു പ്രദേശം തന്നെ കാണാം കേട്ടോ ഇവിടുന്ന്. വെള്ളമൊക്കെ ആയിട്ടാ വരുള്ളൂ അല്ലേ? അല്ലാതെ പറ്റില്ല, മടുത്തു പോവാ കേട്ടോ. അതെ അല്ലേ? 2 കിലോമീറ്റർ നടന്ന്. എന്നാൽ തണലത്തിരുന്നു. താഴെ എത്ര ടൈം എടുക്കും വീട്ടിൽ ചെല്ലാനായിട്ട്? 3/4 മണിക്കൂർ നടന്നു അല്ലേ? അതെ, ഇവിടെ ഒരു കല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മടുത്ത് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, ഈ കല്ലയിൽ സാധനങ്ങളൊക്കെ വെക്കുമെന്ന് പറഞ്ഞത്. ഇതിലെന്തൊക്കെയാണ് ഉള്ളത് ചേട്ടാ കവറിൽ? നല്ല കനമുണ്ടല്ലോ. പലചരക്ക് സാധനങ്ങളൊക്കെയാണോ? എത്ര ദിവസം കൂടെ പോവും? ആഴ്ചയിൽ ഒരു ദിവസം പോകും. അപ്പോൾ വീട്ടിൽ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ആരും ഇല്ലേ മേടിച്ചോണ്ട്? അന്നേരത്തെ എല്ലാം കൂടെ സാധനം വാങ്ങിച്ച് ഓട്ടോ വിളിച്ച് വരും. അതെ അല്ലേ? എല്ലാം കൂടെ വാങ്ങിച്ച് ഇതൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പോകണോ? അത്യാവശ്യമുള്ളതിന് പോകുന്നതല്ലേ? ഞാനിപ്പം ആയുർവേദത്തിൽ കാലിൻ്റെ കാണിക്കാനായിട്ടല്ലേ? ഓക്കെ. നീര് വെച്ചിരിക്കും, നല്ല നീരുണ്ട്. ഇതോടെ മേടിച്ചുകൊണ്ട് പോകുന്നതല്ലേ? കുഴപ്പമില്ല. വഴിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇങ്ങനെ മുന്നോട്ടിങ്ങനെ തന്നെയാണേ. ഇതിലേക്ക് വണ്ടി കയറി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് വണ്ടി കൊണ്ടുപോകുക. സ്കൂട്ടർ പ്രത്യേകിച്ച്, സ്കൂട്ടറിൻ്റെ വീല് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് പാളിപ്പോവും. അതെ. അപ്പോൾ വീണ്ടും വിശ്രമിക്കാനായിട്ട് തണൽ കണ്ടപ്പോൾ നിർത്തിയതാണ്. വലിയൊരു മല കാണാമല്ലോ. പുള്ളിക്കാനം ഭാഗം റൂട്ട് അല്ലേ? ഓക്കെ. ആ മലയുടെ അപ്പുറത്തോടെ. അത് വെള്ളം ഇത് എവിടെ നിന്ന് എത്തിക്കണേട്ടാ? ജലനിധിയുടെ ആണോ? വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതാണോ? താഴേക്ക് കൊണ്ടുപോകുന്നതാ അല്ലേ? ഈ വെള്ളം എവിടെ നിന്നാണ് കൊണ്ടിരുന്നത്? ടാങ്കിലേക്ക് വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫാക്ടറിയുടെ എവിടെ നിന്ന് എടുക്കുകയാണോ? ഈ വെയിലില്ലെങ്കിൽ ഇത്രയും മടുപ്പ് തോന്നില്ല കേട്ടോ. പെട്ടെന്ന് ക്ഷീണിച്ചു പോകും വെയിലത്ത്. അത് ഈ ഒരു ടൈമിലല്ലേ, ഒരു 10 മണി 9 മണിക്ക് ശേഷമുള്ള ഒരു വെയിലെന്ന് പറഞ്ഞാൽ 3 മണി വരെയുള്ള വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ പറ്റുന്നില്ല. അപ്പോൾ വേറെ കാര്യം ആലോചിക്കും, ഇതെല്ലാം തൂക്കി പിടിച്ച് നടക്കേണ്ട ഒരവസ്ഥ. വണ്ടി വരുമെങ്കിൽ പ്രശ്നമില്ല, താഴെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ പോരെ അല്ലേ? 300 രൂപ. മുതലാവോ? ഈ അത്രയും രൂപയുടെ സാധനം മേടിക്കുന്നുണ്ടോ അതല്ലേ? അതും കൂടെ ആലോചിക്കണ്ടേ? ചേട്ടൻ്റെ പേര് ചേട്ടൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അല്ലേ? മക്കളൊക്കെ എവിടെയാ? ഒരാണും 2 പെണ്ണുമാണ്. പെൺപിള്ളേർ 2 പേരും പത്തനംതിട്ടയിലല്ല കെട്ടിച്ചേക്കണേ. കെട്ടിയേക്കുന്ന പത്തനംതിട്ടയിൽ. ഇവിടെ വരാറില്ലേ? അവർ വരുമ്പം നമ്മൾ ആ വെള്ളം കുടിച്ചില്ലേ, അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നടന്നു വരും. ശരി. അയ്യോ, ഇവിടത്തെ കെട്ട് നോക്കി. ഇവിടെ നിന്ന് കാണാട്ടോ. ഇത് ഇടിഞ്ഞു പോയിട്ട് കെട്ടിയേക്കുന്നതാണോ? ഇത് കണ്ടില്ല, ആ കെട്ട് സിമെൻറ്റിൽ കോൺക്രീറ്റ് ചെയ്തേക്കണുണ്ടോ? ഈ വഴി ഇടിഞ്ഞു പോയിട്ടല്ലേ?
നല്ല മുടക്കുണ്ട് തോന്നുന്നു ഇത്രയും കെട്ടി വെച്ചേക്കുന്നേ. അതെ അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. താഴേക്ക് മണ്ണടിഞ്ഞ് തള്ളി പോയിട്ട് എൻ്റെ പൊന്നോ ഇവിടെ നോക്കിയാൽ പേടിയാവും. അയ്യോ ഇത് കലുങ്ക് ഇതൊക്കെ പണിയാനായിട്ടേ എന്താ കമ്പി ഇത് പണി തീർന്നിട്ടില്ല. ഇത് കുറേ നാളായില്ലേ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു വർഷം വന്നപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. ഉണ്ട് ഇവിടുന്ന് ആ മലകളുടെ ഒക്കെ ദൃശ്യം അങ്ങ് താഴെ നാട്ടോ നമ്മൾ നടപ്പ് തുടങ്ങി. ഇപ്പോൾ കുറേ ഹെയർ പിന്ന് കയറി പോകുന്നു കുറേ ദൂരം. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നത് ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തെത്തി, താഴെ എത്തി കേട്ടോ. ഞാൻ മേളിലാണ് വീട്. ഇത് വീടാണോ? ഇത് സഭയുടെ ഇവിടെ മൊത്തം ചേട്ടൻ പറഞ്ഞ 8 വീടുകളല്ല ഈ ചുറ്റുവട്ടത്തല്ലേ? അപ്പോൾ വീട് ഉണ്ടല്ലേ. എന്നാൽ ഞാനും വരാൻ മേളിലേക്ക്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കാമല്ലോ. മല കയറിയപ്പോൾ നല്ല ദാഹം. ഒരു പാറപ്പുറം അല്ലേ? ഇത് പള്ളി, സഭയുടെ പള്ളി. ഓക്കെ. ഇത് നോക്കേ, നല്ല രസമല്ലേ? ചെടി കാണാം, പൂവ്. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിലെത്തി. ഒരു പൂച്ചയൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഇവിടുത്തെയാണോ? ചേച്ചി അടച്ചേക്കാം. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. നല്ല ദാഹം. എന്നാടാ എന്നെ കണ്ടപ്പോളേ ഒളിക്കുക. നല്ല തണുത്ത കാറ്റ് കയറി വന്നപ്പോൾ ഇരിക്കട്ടെ. അതെ അതെ. എൻ്റെ അമ്മേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചേക്കാം. എൻ്റെ പൊന്നോ നിങ്ങളെ സമ്മതിച്ചേട്ടോ. എൻ്റെ അമ്മോ. വഴിയില്ലെങ്കിൽ അവസ്ഥ അല്ലേ? വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സ്ഥലത്തേക്ക് ഒന്ന് എത്തിച്ചേരട്ടെ. നമുക്ക് നടന്നു വരാനും ബുദ്ധിമുട്ട്. പേരെന്നാ? നാരങ്ങയൊന്നും വേണ്ട, നല്ല തണുത്ത വെള്ളമല്ലേ. ദാഹത്തിന് ബെസ്റ്റ്. തണുത്ത വെള്ളം കുടിക്കില്ലേ? തിളപ്പിച്ച് കുടിക്കും. അതാ നല്ലത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എടാട് വീഡിയോ ചേച്ചി കണ്ടെന്ന് പറഞ്ഞത്. ആ വീഡിയോ അത്യാവശ്യം കുറേ പേര് കണ്ടായിരുന്നു. നല്ല വ്യൂ വന്നായിരുന്നു. എടാട് ഇതിൻ്റെ താഴെയാ. ഇതിൻ്റെ താഴെ. അത് തന്നെ. അല്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞ വീഡിയോ കാണുന്നവർ പറഞ്ഞ കേട്ടോ. ഇതിൻ്റെ താഴെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയ എടാടുള്ളത്. നാടുകാണി. കണ്ടോ നമ്മുടെ നാടുകാണി, ഇടുക്കിക്ക് പോകുമ്പോൾ ഉള്ള നാടുകാണി വ്യൂ പോയിൻ്റൊക്കെയാണ് ആ കാണാൻ മല. നല്ല രസമാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. കാഴ്ചകൾക്ക് ഒന്നും പറയാനില്ല. പക്ഷേ അവസ്ഥ ഇതാണ് കേട്ടോ. ഇത് മേളിലൊക്കെ നിങ്ങളുടെ പറമ്പല്ലേ? പറമ്പ്. ഇവിടെ എന്തോരു സ്ഥലമുണ്ട്? എത്ര സെൻറ്റ് ഉണ്ട് ഇവിടെ? 40 സെൻറ്റ് സ്ഥലം. അപ്പം എന്തായാലും കൃഷി, ചേട്ടൻ എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ? പന്നിയുടെ പ്രശ്നമുണ്ടല്ലേ? അപ്പം എടാട് പോയപ്പോഴും അവരും പറഞ്ഞായിരുന്നു ഈ പന്നിയുടെ കൃഷി ചെയ്താൽ ഒന്നും വെച്ചേക്കില്ലല്ലേ? പന്നീനെ കൊണ്ട് ഭയങ്കര ഉപദ്രവമാണ്. നമ്മളെന്ത് ചെയ്താലും ഇട്ടില്ല. ഞാൻ ചെറിയ ഭക്ഷണമൊക്കെ ബാഗിൽ കരുതും. വേണ്ട ഒന്നും എടുക്കണ്ട. ഞാനിപ്പോൾ ഉടനെ പോവാ. ഇനിയിപ്പോൾ അവിടെ പോയി മേളിലുള്ള ഫാക്ടറിയുടെ അടുത്ത് പോയിട്ട് തിരിച്ചിറങ്ങി വരണം. സാരമില്ല. ആയിക്കോട്ടെ. കുഴപ്പമില്ല. എൻ്റെ വീട് തൊടുപുഴയാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ആ ചേട്ടൻ പറഞ്ഞാൽ കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ കേട്ടോ. അതെ താഴെ ഒരു വീട് കാണാം, അവിടെ ഒരു വീടുണ്ട്. അങ്ങനെ മൊത്തം 5-8 വീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കിടക്കണ പറമ്പുകൾ. ആ വീട്ടിലൊരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രാവശ്യം ഇവിടെ നേരത്തെ വണ്ട് വന്നപ്പം ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. എനിക്ക് സ്ഥലമൊക്കെ നല്ല പരിചയമാണേ. ഇനി നമ്മളിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ്. ഇനി വീടുകളൊന്നും ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ എസ്റ്റേറ്റിനെ കുറിച്ചും ഫാക്ടറിനെ കുറിച്ചൊക്കെയാണ് ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇനിയും മുന്നോട്ട് നടക്കാനായിട്ടുണ്ട്. വണ്ടി കൊണ്ട് പോകാമായിരുന്നു, പിന്നെ നടന്നു പോകാം. അതാകുമ്പോൾ കാഴ്ചകളെ കണ്ട് റിലാക്സ് ചെയ്തങ്ങ് പോകാമല്ലോ. ഇത് വലിയൊരു പറമ്പാണ്. അത് താഴേക്ക് നോക്കി, അവിടെ താഴെയായിട്ടൊരു വീട് കാണാം കേട്ടോ. അവിടെ താമസമുള്ള ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ റബ്ബറും കാപ്പിയൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. വേനലായതുകൊണ്ട് നല്ല ഉണക്കാണേ. കണ്ട് ഇവിടുത്തെ ഈ പുല്ലുകളെല്ലാം ആ വളവ് കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഹെയർ പിൻ വളവുകളുണ്ട് അങ്ങ് മുകളിൽ വരെ എത്താനായിട്ട്. മൊത്തം ഇങ്ങനെ സോളിങ് ചെയ്ത് കണ്ടില്ലേ,
എല്ലാം ഇളകിപ്പോയി കിടക്കുവാണ്. കോൺക്രീറ്റ് ചെയ്യാനായിട്ട് JCB ഉപയോഗിച്ച് കുത്തി ഇളക്കി ഇട്ടതാണ്. ആ ഇളക്കി ഇട്ടതല്ലാതെ ഇവിടെ വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് വണ്ടി കൊണ്ട് കയറി പോകാനായിട്ട്. ഭയങ്കര പാടാണ്. ഒരു ചേച്ചി തലയിൽ വിറക് കെട്ടുകളൊക്കെ ആയിട്ട് നടന്നു വരുന്നുണ്ട്. വിറകെടുക്കാൻ പോയതാണോ? എവിടെ താമസിക്കുന്നത്? എവിടെ? താഴെ അല്ലേ? ആ ആ ആ ഞാൻ താഴെ അവിടെ ഒരു വീട്ടിൽ കയറിയായിരുന്നു. ഞാൻ അതേ മേലുള്ള ഫാക്ടറിയിലെടുത്ത് കുറച്ചുകൂടെ ഉണ്ടല്ലോ നടക്കാൻ. ആ ഓ ഇത് അതെ അതെ. ഓ ഇത് ചുവന്നോട്ട് പോകണം അല്ലേ? ആ അങ്ങനെ കാപ്പിക്കമ്പാണോ? ഇതെന്തിനാ കത്തിക്കാനാ? അതെ അല്ലേ? പറമ്പുണ്ടോ മേളില്? ആ ആ ഇതെന്തിനാ കത്തിക്കാനാ? എന്തിനത് കത്തിക്കാനാണോ? ആ വണ്ടി താഴെ വെച്ചേക്കോ. ഈ വഴി മോശമായതുകൊണ്ട്. ആ അതേന്ന് ഇളകിപ്പോയതുകൊണ്ട് ഭയങ്കര പാടാണ് കയറി പോരാൻ. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ചെളിക്കൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ അവിടുത്തെ തൈല ഫാക്ടറിയൊക്കെ നമ്മുടെ പഴയ 2-3 വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ വീണ്ടും ഇവിടെ വരാനുള്ളൊരു കാരണം, കഴിഞ്ഞ വീഡിയോ ചെയ്യാനായിട്ട് എഡാഡ് ഗ്രാമത്തിൽ ചെന്നപ്പം അവിടെയുള്ളൊരു കുറേ കാര്യങ്ങളൊക്കെ ഈ ചെളിക്കലിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഈ എസ്റ്റേറ്റ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒത്തിരി ആളുകളിവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പം ജോണി ചേട്ടൻ പറഞ്ഞു തന്നതല്ലേ. അതിൻ്റെ അകത്തു നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അല്ല കാട്ടുപന്നി ചെയ്യുകയാണെങ്കിൽ പണി കിട്ടും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഭയങ്കര വിജനായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആ വീടുകൾ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിജനതയാണ് നമുക്ക് തോന്നുന്നത്. ആ വഴിയുടെ കണ്ടോ ബാക്കി അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അത് പല സ്ഥലത്തും നമുക്കിങ്ങനെ കാണാം. പിന്നെ കൂടുതലും ഇങ്ങനെ പൊളിച്ച് കളഞ്ഞേക്കുന്നതാണ്. JCB ഉപയോഗിച്ച് ഇങ്ങനെ ചിപ്പ് ചെയ്ത് കളഞ്ഞതാണ്. ഇപ്പോൾ കോൺക്രീറ്റ് റോഡും ഇല്ല, ടാറും ചെയ്യുന്നില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വഴി കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഇവിടെ എസ്റ്റേറ്റ് പൂട്ടി പോയപ്പോഴത്തേനും ഇവിടെ ലൈനുകളിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന കുറച്ച് പേര് ഇവിടുന്ന് താമസം മാറ്റി എടാടൊക്കെ പോയി താമസിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിയാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും മൂലമറ്റം ഭാഗത്ത് ആദ്യം നിർമ്മിച്ച റോഡുകളിൽ ഒരു റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ആ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അവിടേക്ക് പോകാനായിട്ട് വെട്ടിയ വഴിയാണ്. അത് പിന്നീട് ഇത് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടാണ് ഇവിടെ റോഡായിട്ട് ചെയ്തത്. അതിന് മുമ്പ് വരെ ജീപ്പ് വഴി മാത്രമായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പം സർക്കാരിൻ്റെ സ്കീമിൽ ലാർജ് സ്കെയിലിൽ ചെയ്യാനായിട്ടാണ് ഈ വഴി പണിയാനായിട്ടുള്ള കല്ലുകളെല്ലാം തന്നെ ഇവിടെ ഈ പ്രദേശത്തെ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്തു നിന്നൊക്കെയുള്ള പാറ പൊട്ടിച്ചെടുത്ത് അങ്ങനെ എടുത്ത കല്ലുകളാണ്. അതുപോലെ തന്നെ ഈ വർക്ക് എടുത്ത കോൺട്രാക്ടർ ആൾക്കിത് പറഞ്ഞ സമയത്തിന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഒരു 5 വർഷം കാലാവധിയാണ് കൊടുത്തിരിക്കുന്നത്. 4 വർഷം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി 1 വർഷം കൂടെ ഉണ്ട്. ഏകദേശം 4,35,00,000 രൂപയ്ക്ക് എടുത്ത പ്രൊജക്റ്റാണ്. അതാണ് ഇങ്ങനെ കിടക്കുന്നത് കംപ്ലീറ്റ് ആവാതെ. കാരണം ഇവർ പറഞ്ഞു വെച്ചാൽ ഈ കാലാവധി കഴിയാതെ ഇവർക്ക് കേസിനും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കിടക്കുവാണ്. എന്തായാലും അങ്ങനെ അധികം വർക്കുകളൊക്കെ നടക്കുന്നുമില്ല. കംപ്ലീറ്റ് ആവുമോ, പറഞ്ഞ സമയത്തിനുള്ളിൽ ആവുമല്ലോ ഒന്നും അറിയുമല്ലോ കേട്ടോ. അപ്പോൾ നടന്നത് ഇങ്ങനെയൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് നേരെയാണ് പോകേണ്ടത് കേട്ടോ. ആ വഴി അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക്. അതുപോലെ ഇവിടുന്ന് താഴേക്ക് ഒരു വഴി കാണാം. അവിടെ ഒരു വീടൊക്കെ കാണാം കേട്ടോ. കണ്ടോ ഇവിടെ ഈ കാപ്പിയാണേ കണ്ടോ, നിറയെ കാപ്പിയാണ് നട്ടേക്കുന്നത്. വീട്ടിലൊന്നും ആരും കാണുന്നില്ല. അതെ താഴെ ഒരു വീടുണ്ട്. അങ്ങനെ 2 വീടുകളുണ്ട് അടുത്തടുത്തായിട്ട്. അല്ല പണിക്കൊക്കെ പോയതായിരിക്കും അല്ലേ. ഇവിടേക്ക് ഈ പന്നികളുണ്ട് കേട്ടോ. കാട്ടുപന്നികൾ ഒത്തിരി ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു പറമ്പിലേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ നോക്കി പോകണമെന്ന്. ഇങ്ങനെ നടപ്പ് വഴിയുണ്ട്. ഇതിലൊക്കെ ആളുകൾ നടക്കുന്നത് വഴി കണ്ടു കഴിഞ്ഞാൽ അറിയാം. പറമ്പുകളിലേക്കൊക്കെ ആയിട്ടേ താഴെ റബ്ബർ തോട്ടമാണ്. ഈ കാപ്പിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പൊട്ടി മുളച്ച് ഇങ്ങനെ വലിയ കാപ്പി കാടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് കായൊന്നും അങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. അതിൻ്റെ സീസൺ പൂത്തിട്ടേ ഉള്ളൂ. കാപ്പി പൂത്ത് കഴിഞ്ഞിട്ടാണോ ഇത് ഇങ്ങനെ കായ ഉണ്ടാകുന്നത്. അതുപോലെ ഈ പറമ്പിക്കൂടെയൊക്കെ നമുക്ക് ഈ ഓസ് പോകുന്നതാണ് കേട്ടോ. വെള്ളം പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ചെറിയൊരു പേടിയോട് കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്ര വിജനമായിട്ടുള്ള സ്ഥലമാണേ. അപ്പം ഇങ്ങനെ കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു കോൺക്രീറ്റിൽ ചെയ്തേക്കുന്ന എന്തോ ബാത്റൂമിൻ്റെയൊക്കെ പണ്ടുണ്ടായിരുന്ന ബാത്റൂമിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ലയങ്ങളുണ്ടേ. അപ്പോൾ ഈ ലയങ്ങളൊന്ന് കാണിച്ചു തരാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. എസ്റ്റേറ്റിൻ്റെ ലയങ്ങളുണ്ട് ഇവിടെ. കണ്ടില്ലേ, അന്നത്തെ ബാത്റൂമൊക്കെയാണ് ഈ കാണുന്നത്. ഈ പ്രദേശമൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. മേളിൽ അവിടെ ഒരു ലയമുണ്ട്. ഇത് താഴെയുണ്ടേ. അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അതെല്ലാം പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്.
ആലോചിച്ച് നോക്കി ആ ഒരു കാലത്ത് ഈ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നല്ലേ, ഇവിടെയൊക്കെ ആളും ബഹളമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നൊരു സ്ഥലമല്ലേ. ഇപ്പം താമസമൊക്കെ ആയിട്ട് എൻ്റെ പൊന്നെ, അയ്യോ തെന്നിപ്പോയി, സ്ലിപ്പായി പോയി. ഇതൊക്കെ സംഭവിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തോടെ നടക്കുമ്പോഴത്തേന്. ഓ, ഇവിടെ ആളുണ്ടാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ ആരും ഇല്ലയെന്ന് വിചാരിച്ചാൽ നടന്നു വന്നത്. ചെറിയ ഇവിടെ പന്നിയുണ്ടല്ലേ, കാട്ടുപന്നി. ആ, എന്നോട് പ്രത്യേകം പറഞ്ഞു അതിൽ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണമെന്ന്. ഈ സമയത്ത് ഇറങ്ങി വരുമോ? കുഴപ്പമില്ല. ആ ആ, ശരി ശരി. ഓ, ഇത് പഴയ ലയമില്ലായിരുന്നോ എസ്റ്റേറ്റിൻ്റെ? അതെ അല്ലേ. ഇവിടെ ചേട്ടൻ ഇവിടെ താമസിക്കുന്നേ? ഓ, അപ്പോൾ ചേട്ടൻ ഇവിടെ എസ്റ്റേറ്റ് ഉള്ള സമയത്ത് ഇവിടെ വന്നാണോ? ഞങ്ങൾ പിന്നെ കണക്കെടുത്ത് ഗ്രാറ്റുവിറ്റി കിട്ടാറുണ്ട്. ആ, അത് കാരണം ഇങ്ങനെ ഇവിടെ കിടക്കുക. ആ, അങ്ങനെ കിടക്കുന്നതല്ലേ. ഞങ്ങൾക്ക് വീട് താഴെയുണ്ട്, പെരിങ്ങാട് എന്ന് പറയുന്നത്. ഓ, പെരിങ്ങാട് എനിക്കറിയാം, എടാടിന് മുമ്പ്. അതെ. ആ ആ ആ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെയൊക്കെ ലയം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ താമസം ഉണ്ടാവുമെന്ന്. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ? ആ. ഓ, ഇവിടെ താമസിക്കുന്നതല്ലേ. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പൊ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങനെ പട്ടിക മൊത്തം താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. ആ, ഓഹോ, ഇത് കണ്ടില്ല, അവസ്ഥയും കാണിച്ചു തരാം കേട്ടോ. ഓ, ഇവിടെ എങ്ങനെ താമസിക്കുന്നേ എൻ്റെ പൊന്നു. ഇവിടെയൊക്കെ പണ്ട് താമസം ഉണ്ടായിരുന്നതല്ലേ? ആ, പണി ഉണ്ടായിരുന്ന സമയത്ത്. എവിടെ ചേട്ടൻ താമസിക്കുന്നത്? ആ മുറിയില്ല. ആ ആ ആ ആ, നിങ്ങൾ രണ്ടുപേരും ഉള്ളൂ അല്ലേ? ആ, അപ്പോൾ ഫണ്ട് കിട്ടുമോ? അതെ അല്ലേ. നല്ല മുതലാളി എന്നെ അതെ. ആ, അതെ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം തടി വിറ്റപ്പോൾ കുറേ പേർക്ക് കൊടുത്തായിരുന്നു. അപ്പൊ അത് കാരണം അപ്പൊ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചു എത്ര രൂപ വേണമെന്ന്. ആ പുള്ളിക്ക് ഒന്നും അറിയത്തില്ല. ആ പുള്ളി ആൾക്കാരോട് അല്ല ചോദിച്ചുമില്ല. ഇവിടെ മുതലാളി കാശ്മീർ വന്നപ്പോഴൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഓ, കിട്ടാനായിട്ടല്ലേ. പാലക്കാട് നിന്ന് വരെ ആൾക്കാർ വന്നായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന്. ഓ, എന്നോട് പറഞ്ഞു പാലക്കാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേരെടുത്ത് പണിയാനായിട്ടുണ്ട് ആ കാലത്ത്. തുണിയലക്കും കാര്യങ്ങളൊക്കെയാണോ? ആ, കാപ്പിയാ അല്ലേ ഇവിടെ നിറച്ച്? കാപ്പിയാ. ആ, ഓ, എല്ലാം തകർന്നല്ലേ. ഈ ചേട്ടൻ താമസിക്കുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അല്പമെങ്കിലും ഒന്ന് കയറി കിടക്കാൻ പറ്റിയ സ്ഥലമായിട്ടുള്ളത്. ഉണ്ട്, ആ ഒരു മുറിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ചേട്ടാ വീട്ടിലേക്ക് പോകാറില്ലേ? ശനിയാഴ്ച പോവും. ശനിയാഴ്ച ഇറങ്ങി പോയിട്ട് ഞായറാഴ്ച സംഘം ഉണ്ടല്ലോ, ആ, സംഘം കഴിഞ്ഞിട്ട് കയറി വരും. ആ, ഇവിടെ കിടക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കാലിന് മുട്ട്, രണ്ടുപേരും കാലിന് മുട്ടിന് വേദന. ആ ആ, ഇവിടെ കയറി എത്തണ്ട. എങ്ങനെയാ വരണേ? ഇങ്ങോട്ട് എങ്ങനെയാ വരുന്നത്? അല്ല, ഇതിലൊരു കുറുക്ക് വഴിയുണ്ട്. ആ, ഇതിലല്ല, പെരിങ്ങാടുന്ന് കയറി വരാൻ. പെരിങ്ങാടുന്ന്. ആ, ഈ പറമ്പ് വട്ടം കയറാം അല്ലേ? കയറി വരാം. ആ, അല്ലാതെ മറ്റേതൊക്കെ വരണമെന്ന് പറഞ്ഞാൽ എന്തോരം നടന്നാലേ. ഉണ്ട്. ആ, കണ്ടില്ലേ ലയത്തിൻ്റെ അവസ്ഥ ഉണ്ടോ? 10-25 വർഷമായില്ലേ ഇത് പൂട്ടിപ്പോയിട്ട്, എസ്റ്റേറ്റ് പൂട്ടിയിട്ട്? 2001 പൂട്ടിയത്. ആ, 10-25 വർഷമായി. ഓ, എൻ്റെ വന്നെ നോക്കി. ഇതാണ് അവസ്ഥ. പേരെന്താ ചേട്ടൻ്റെ? ഓ, വീണ്ടും ഇന്ന് വീട്ടിൽ തന്നെ കേട്ടോ. രവീന്ദ്രൻ. ആ, കടിച്ചാൽ നടണ്ട. എങ്കിൽ ഒരു ദിവസം വെള്ളം തന്നാൽ മതി. ഈ മല മൊത്തം കയറിയിട്ട് നല്ല ദാഹം. ഞങ്ങൾക്ക് കൊറോണ വന്നത് പിന്നെ ഈ പച്ചമഞ്ഞളിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നു. ആ, അത് മതി, എന്തായാലും കുഴപ്പമില്ല. വെള്ളം എടുത്തുള്ളൂ. ആ, ഇങ്ങനെ ഒരു അടുക്കളയും എവിടെ കിടക്കുന്നേ? ആ, അവിടെ അല്ലേ. ആ, ഇവിടെ ഒരു കട്ടിലുണ്ട് കേട്ടോ. ഇപ്പം രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ സഹായം വേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അതെ അല്ലേ. അയ്യോ, നിങ്ങൾ ഈ പ്രായ രണ്ടുപേര് മാത്രമല്ലേ ഉള്ളൂ. മക്കളൊക്കെ എന്താ ചെയ്യണേ? മക്കള് ഒരാള് മൂലയെടുത്ത് വർഷാപ്പിട്ടിട്ടുണ്ട്. ഒരാള് വേറെ എറണാകുളത്തായിട്ട് സ്ഥലം എന്നിട്ട് ഒന്നും പോകണം, അവിടെ അത് നോക്കുന്നുണ്ട്. ഒരാള് തലയോലപ്പറമ്പില്. 3 ആമ്പിള്ളേരാ. ആ, അടുപ്പ് കത്തിക്കാനായിട്ട് വേറെ കൊണ്ടുവച്ചേക്കുന്നുണ്ടോ മച്ചില്? ആ, അതിനകം കുറവില്ലല്ലോ. ആ ആ, ഓക്കെ. നല്ല ദാഹമായി മലമൊത്തം കയറിയിട്ട്. മഞ്ഞളിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ താഴെ കണ്ട പോലെ കണ്ട ഒരു ലയമാണ് ഈ കാണുന്നത്. ഓ, ഇത് പൂർണ്ണമായിട്ടും തകർന്നു പോയി. അത് കണ്ടോ? അതിൻ്റെ അകത്ത്
വരെ വളർന്നു തുടങ്ങി. എൻ്റെ പൊന്നെ, ഒരൽ, പഴയ ഒരൽ. ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ കഥ പറയാനുണ്ടായിരിക്കില്ലേ ഈ ലയത്തിനൊക്കെ. അതിൻ്റെ അകത്ത് കയറുന്നത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഇടിഞ്ഞു പൊളിഞ്ഞ് തലേ വീഴും. അങ്ങനെ വീണ്ടും നടപ്പ് ആരംഭിച്ചു കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടേ. സമയം 1:45. കാര്യം പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളവും അതുപോലെ കുറച്ച് ഫുഡൊക്കെ മേടിച്ച് സ്കൂട്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി താഴെ വെച്ചുകൊണ്ട് അത് മിസ്സായി. ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഇനി കഴിക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടില്ലേ, അയ്യോ, ആ ഒരു എന്താ പറയുക, ഒരു വിജനത തന്നെ പോകുമ്പോഴൊക്കെ ചെറിയ പേടിയൊക്കെ തോന്നും കേട്ടോ. വളരെ യാദൃശ്യമായിട്ട് മാത്രമാണ് ഇവിടെയൊക്കെ നമുക്ക് ആളുകളെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് കണ്ടോ, തേയിലച്ചെടി നിൽക്കുന്നത് കണ്ടോ. തേയിലച്ചെടിയല്ല ഇതിപ്പോൾ തേയില മരമായിട്ട് അങ്ങനെ വളർന്നു നിൽക്കുന്നതാണ് നുള്ളെടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ തേയില മരങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴിയിൽ ധാരാളം കാണാവേ. ഒരു കാലത്ത് ഇവിടെ എന്തായിരുന്നു, നമ്മൾ മൂന്നാറിലും വാഗമണിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന അതേ ഒരു ഭൂപ്രകൃതിയായിരുന്നു. തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് ഇവിടെ. കുറച്ച് തേയിലത്തോട്ടങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബംഗ്ലാവ് കാണാവേ. അത് ശരിക്കും കാണത്തോലില്ല കേട്ടോ, മൊത്തം കാട് വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാവശ്യം അവിടെ അതിൻ്റെ അകത്ത് പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ എസ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാനേജേഴ്സൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവുകളൊക്കെ ആയിരിക്കാം. ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്, അതുപോലെ അവിടെ കുറച്ച് ദൂരത്തായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. അത് കയറാൻ പോലും പറ്റില്ല. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര റിസ്ക് ആണെന്നറിയാം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കയറി വരുന്നത്. കണ്ടില്ലേ, ഉണ്ടോ ബംഗ്ലാവിലേക്കുള്ള ഗേറ്റ് അതൊക്കെ തുരുമ്പെടുത്ത് നശിച്ച് നിൽക്കുന്നുണ്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാം. ഇവിടുന്ന് ഇപ്പോഴും ഈ കൊളുന്തൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ ഒരു ലയമാണോ എന്താണെന്ന് അറിയുന്നില്ല. അവിടെ ഒരു കെട്ടും കാണാം. കണ്ടില്ല, അത് ഇതിലേക്കായിട്ട് തേയിലച്ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ടോ. ആ ഒരു സൈഡിൽ പുള്ളിക്കാനം മലനിരകളാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന തേയിലച്ചെടികളാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് നിലവിൽ കൊളുന്തെടുക്കുന്നുണ്ടേ. ഇവിടുന്ന് എടുത്തിട്ട് ഈ വാഗമണിലൊക്കെ അവിടെ ഫാക്ടറിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകും. കണ്ടില്ലേ, അതുപോലെ അവിടെ ഒരു കെട്ടിടം കാണാം നമുക്ക്, തകര ഷീറ്റ് വന്നേക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഒരു കാലത്ത് എത്ര സജീവമായിരുന്നൊരു എസ്റ്റേറ്റ് ആയിരുന്നല്ലേ. നിറയെ തൊഴിലാളികളും ആളും ബഹളമൊക്കെ ആയിട്ട്. ചെളിക്കൽ എസ്റ്റേറ്റ് അഥവാ മേത്താനത്ത് എസ്റ്റേറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ആ പഴയ ടീ ഫാക്ടറി. ഇവിടെ ഗേറ്റിൽ നമുക്ക് മേത്താനത്ത് ടീ എസ്റ്റേറ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ നമ്മളിതിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ അടുത്ത് നേരത്തെ കയറിയിട്ടുള്ളതാണ്, വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഫാക്ടറിക്കകത്ത് ഒന്നുമില്ല കേട്ടോ. മെഷീൻസൊക്കെ ഉണ്ടായിരുന്നതെല്ലാം ഇവിടുന്ന് പൊളിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഏകദേശം 25 വർഷത്തോളമായി പൂട്ടിപ്പോയിട്ട്. എന്തായാലും ഒരു ബിസിനസ് ചെയ്തത് നഷ്ടം വരുമ്പോൾ ഉള്ളൊരു അവസ്ഥ ആലോചിക്കുക. ഈ ഫാക്ടറി പൂട്ടിപ്പോകാനുള്ള കാരണം വെച്ചാൽ ഈ മാനേജ്മെൻറ്റ് എന്താ പറയുക, പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കാം. ഒരു ബിസിനസ് ചെയ്തത് നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ട് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. തൊഴിലാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, യൂണിയൻ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്താലാണ്. പിന്നെ മാനേജ്മെൻറ്റ്, നല്ലൊരു മാനേജ്മെൻറ്റ് കിട്ടണം. അപ്പോൾ നമ്മൾ വന്ന ഈ വഴി നേരെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇത് കുറേ ദൂരോടെ ചെന്ന് കഴിഞ്ഞാൽ ആ മലയിൽ കയറി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ കാഞ്ഞാറിൽ നിന്ന് പുള്ളിക്കാനം വഴി വാഗമണിലേക്ക് പോകുന്ന ആ റോഡിലേക്ക് ഒന്ന് കയറും. അവിടെ ചെന്നാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂലമറ്റത്തുനിന്ന് ഇപ്പോൾ നമ്മൾ സാധാരണ എടാട് കൂടിയാണ് വാഗമണിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വഴി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം 4-5 കിലോമീറ്റർ കുറവായിരിക്കും കേട്ടോ. നമുക്ക് അതിൽ എളുപ്പത്തിൽ വാഗമണിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇത് ടാർ ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ധാരാളം തേയിലച്ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണാം. ഇവിടുന്ന് ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പോൾ എടുക്കുന്നതാണേ. അങ്ങനെ നുള്ളെടുക്കുന്ന ചെടികളാണ് ഇവിടെ ഉള്ളത്.
അതുപോലെ അങ്ങ് മലയിലൊക്കെ ഇങ്ങനെ അതിലിതിലേക്കായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ ചെടികളും നശിച്ചു പോയി. ചിലതൊക്കെ ഇങ്ങനെ മരമായിട്ട് വളർന്നു നിൽക്കുന്ന മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. പഴയൊരു വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഒരു കാലത്ത് എന്നാ വലിയ എസ്റ്റേറ്റ് ആയിരുന്നു. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നുള്ളെടുക്കുന്ന ചെടികളാണ് ഇവിടെ നിൽക്കുന്നത്. ചില ദിവസമൊക്കെ വരുവാണെങ്കിൽ ഇവിടെ പണിക്കാരെ കാണാം കേട്ടോ, നുള്ളൊക്കെ എടുക്കാനായിട്ട്. ഇവിടെ വന്ന് വണ്ടി വന്ന് ഇവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ എടുക്കുന്ന ഇപ്പം നുള്ളിയിട്ട് അധികം ദിവസം ആയിട്ടില്ല, എൻ്റെ എടുക്കാറൊക്കെ ആവുന്നേ ഉള്ളൂ. കുറേ മലകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഈ എസ്റ്റേറ്റ് പൂട്ടിപ്പോയിട്ട് ഇപ്പോൾ 25 വർഷത്തോളമായി. അതിനൊക്കെ എത്രയോ വർഷം മുൻപ് ആരംഭിച്ച എസ്റ്റേറ്റ് ആയിരുന്നല്ലേ. ഈ എസ്റ്റേറ്റിൽ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. അവരോട് നുള്ളെടുത്തോളാൻ പറഞ്ഞാൽ അങ്ങനെ കമ്പനി കൊടുത്തേക്കുന്നതാണ്. ഇവിടെ നുള്ളെടുത്ത് പുള്ളിക്കാനം ഭാഗമാണ് ആ ഒരു ഭാഗത്തേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഫാക്ടറികളൊക്കെ ഉള്ളത്. അതുപോലെ ഇപ്പം ഈ ഒരു ചെളിക്കൽ എസ്റ്റേറ്റ് തന്നെ, ഈ ഫാക്ടറിയൊക്കെ പൂട്ടിപ്പോയിട്ട് 25 വർഷത്തോളമായി. ഈ ചെളിക്കൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഇലപ്പള്ളി എസ്റ്റേറ്റ്, അങ്ങനെ 2 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം ഈ ഒരു പ്രദേശം അടുത്തായിട്ടുള്ളത് പുള്ളിക്കാനം എസ്റ്റേറ്റാണ്. അപ്പോൾ അതിനോട് ചേർന്നാണ് ഈ 2 എസ്റ്റേറ്റുകളും ഉണ്ടായിരുന്നത്. പുള്ളിക്കാനം എസ്റ്റേറ്റ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ അന്ന് ഈ 2 എസ്റ്റേറ്റുകളിലുമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളൊക്കെ അവർ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇലപ്പള്ളിയായിരുന്നു. അവിടെ അന്നും കടകളുണ്ടായിരുന്നു, ചെറിയൊരു ചന്തയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അന്നും ഇവിടെ ജീപ്പ് വഴിയാണ്, ജീപ്പ് കയറി വരും. അന്ന് ആലോചിച്ച് നോക്കണം, അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത എടാഡിലേക്ക് പോലും അന്ന് വഴിയില്ല. അപ്പോൾ അതിനൊക്കെ മുന്നെയാണ് ഇവിടെ ഈ വഴി വരുന്നത്. അതിൻ്റെ കാരണം ഈ എസ്റ്റേറ്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്, അന്ന് എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് വെട്ടിയ വഴി ആയതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വർഷം പഴക്കമുണ്ട് ഈ വഴിക്ക്. എന്നിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടില്ലേ. ഈ വഴി വെട്ടിയ ശേഷം പണിത എത്രയോ വഴികൾ ഇപ്പോൾ ഇതിൽ നന്നായിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു വഴിയുടെ അവസ്ഥ ഇതാണ്. കാരണം ഇവിടെ കുറച്ച് വീട്ടുകാരൊക്കെ ഉള്ളൂ. അതുകൊണ്ടൊക്കെയാണോ ഇതിങ്ങനെ അവഗണിച്ചിട്ടേക്കണേന്ന് അറിയില്ല. എന്തായാലും വഴിയില്ലെങ്കിൽ എത്ര ഒരു വീടായിക്കോട്ടെ, അവിടെ എത്താൻ പറ്റുന്ന വഴിയില്ലെങ്കിൽ, ആ ചേട്ടൻ പറഞ്ഞില്ല ഇവിടെയുള്ള കുറച്ച് വീടുകളേ ഉള്ളൂ, അവിടെ ഉള്ളവരൊക്കെ ഈ രോഗികളാണ്, അവർക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ അവരൊക്കെയാണ് ശരിക്കും പെട്ടുപോകുന്നത്. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ചെളിക്കലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്യാനായിട്ട് എടാട് ചെന്നപ്പം റേഷൻ കട അടുത്തന്നെ മൈക്കിളിയേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ ഈ ചെളിക്കലിനെ കുറിച്ച്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സമയം ഒരുപാട് വൈകി. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.